ഇനി വരാം. ബൈജു കൊട്ടാരക്കര ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം ഇരിക്കുമ്പോൾ, ഈ തെളിവ് കോടതിയിൽ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെയൊരു കൃത്യവിലോപം നടന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ, കേസുകളിൽ വിക്ടിമിന് കോടതിയെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്ത് വിശ്വസിച്ച് ഇനി ഈ നിയമവ്യവസ്ഥയിലൊക്കെ നമ്മൾ വിശ്വസിക്കണം, മുന്നോട്ട് പോകണം നിയമ നടപടിയുമായി എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എല്ലാവരെയും, സാധാരണക്കാരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വന്നത്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ആര്യ, ഇത് തന്നെയാണ് ഞങ്ങൾ കാലങ്ങളായിട്ട് കാലങ്ങൾ മീൻസ് ഈ കേസ് കഴിഞ്ഞ കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് അങ്കമാലി കോടതിയിലെ ഒരു ജഡ്ജ് അവരുടെ കസ്റ്റഡിയിൽ മീൻസ് ജഡ്ജി കസ്റ്റോഡിയനായിട്ടുള്ള ആ സേഫിൽ സൂക്ഷിക്കേണ്ട മെമ്മറി കാർഡുമായിട്ട് അവരുടെ PA ഒരു വർഷം നടന്നു എന്ന് പറഞ്ഞാൽ ഇത് എവിടെ ചെന്നാണ് അവസാനിക്കുന്നത്? ഒരു വർഷമാണ് ഈ മെമ്മറി കാർഡ് പോക്കറ്റിൽ നടന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇനി അതുകൂടാതെ ഇത് തുറന്നു നോക്കി എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് FSL ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ട് 2 വർഷത്തോളം ഈ റിപ്പോർട്ട് ആരെയും കാണിക്കാതെ, ആരെയും ഒരു മനുഷ്യനെ പോലും തുറന്നു കാണിക്കാതെ, ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറോട് പോലും പറയാതെ, മുകൾ കോടതികളെ ഒന്നും അറിയിക്കാതെ ഇത് വെച്ചിരുന്ന വിചാരണ കോടതിയുടെ നടപടി എന്ന് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് നമുക്കറിയണം. ഒരു നീതിന്യായ വ്യവസ്ഥയില് ഇത്രയും വിലപിടിപ്പുള്ള ഇത്രയും വാല്യൂ ഉള്ള ഒരു എവിഡൻസ്, ഈ എവിഡൻസ് ജഡ്ജി കസ്റ്റോഡിയനായിട്ടുള്ള ആ സേഫിൽ സൂക്ഷിക്കാനുള്ള സാധനം ഇങ്ങനെ നാട്ടുകാർക്ക് മൊത്തം തുറന്ന് കാണാനിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം മറ്റെന്താണ് നമ്മുടെ നാട്ടിൽ എന്താണ് സേഫ്? ഏത് കാര്യത്തിനാണ് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്നത്? ഏത് കോടതിയിലാണ് നമുക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്നത്? ഹൈക്കോടതിയിൽ എന്നിട്ട് അവർക്ക് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ പകർപ്പ് പോലും പുറത്ത് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വീണ്ടും ഹൈക്കോടതിയിൽ വീണ്ടും പോകേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത് എന്താണ്? നമ്മുടെ നാടിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഒരു പെൺകുട്ടിക്ക് ഇത്രയും, ഇതിപ്പം ഒരു നടിയായതുകൊണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഇത്രയും അധമമായ ഒരു സംഗതി നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ട് ഇത്രയും ആളുകൾ ഇത്രയും കാലമായിട്ട് ഈ കേസിന്റെ പുറകെ ഇങ്ങനെ ഇതിനെ എങ്ങനെയെങ്കിലും ഇതിലെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് മാത്രം ഇതിനെ ഓരോ പ്രാവശ്യവും 165ഓളം ഹർജികളാണ് സുപ്രീം കോടതി ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. എത്ര കോടി രൂപ മുടക്കണമെന്നറിയാമോ? അത് ഇതിലെ ഒരു പ്രതിയാണ് നടത്തിയിരിക്കുന്നത്. അല്ലാതെ ചെയ്തിരിക്കുന്നത് 8ാം പ്രതിയാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ പൾസർ സുനി അല്ല. പൾസർ സുനി പോലും ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ പോയി. പൾസർ സുനി 250 രൂപ തനിക്ക് വേണം എന്ന് പറഞ്ഞ് അയാളുടെ ഒരു സുഹൃത്തിന് ആലുവ ജയിലിൽ കിടന്നുണ്ടെന്ന് കത്തെഴുതിയതാണ് എന്ന് പറഞ്ഞ പറഞ്ഞ പൾസർ സുനിയാണ് ഏതാണ്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഒരു വക്കീലിനെ അങ്ങോട്ടേക്ക് വിട്ടത്, അയാൾക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ കാര്യങ്ങൾ ആരാണ് അന്വേഷിക്കുക? എനിക്കറിയാൻ പാടില്ല. ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്? ആരാണ്? ഇങ്ങനെയാണെങ്കിൽ ഈ കോടതികളിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എവിഡൻസുകൾ കോടതിയിൽ കൊടുക്കുമ്പോൾ ഇതിനുള്ള വിശ്വാസ്യത എന്താണെന്നുള്ളത് കോടതിയാണ് ഉത്തരം പറയേണ്ടത്. മേൽ കോടതികൾ തന്നെയാണ് ഉത്തരം പറയേണ്ടത് ഇതിനുള്ള വിശ്വാസ്യത എന്താണ് എന്നുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും.